ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നിങ്ങൾ ശരിക്കും എന്തോ ഭാഗ്യം ചെയ്ത മക്കളാണ് എനിക്ക് തോന്നുന്നത്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്ക് മാറി, 10ലേക്ക് എത്തുന്നു അവിടെയും ടെക്സ്റ്റ് ബുക്ക് മാറുക. എന്ത് ലൈഫാല് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എന്ത് വർത്താനാ സാറേ, ഞങ്ങൾ പെട്ട് നിൽക്കുന്ന നേരത്തെ സാറ് ഈ വർത്തമാനാണോ പറയേണ്ടതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. മക്കളെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഒരു മാറ്റമുണ്ട്. നാളെ 9ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറി, അവിടുത്തെ ടോപ്പിക്കുകൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള സിലബസ് അല്ലേ വന്നത്. 10ലെ ടെക്സ്റ്റ് ബുക്കിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ എന്ത് ചെയ്യാണ് ചില ചാപ്റ്റേഴ്സുകളുടെ പേരുകളെല്ലാം പുറത്തേക്ക് വരികയുണ്ടായി. അതിൽ ഓരോ ചാപ്റ്റേഴ്സുകളും എത്ര പേജുകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയ സമയത്ത് അവിടെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും നല്ല ടഫാണെന്ന് പറഞ്ഞാൽ പോരാ. അവിടെ സോഷ്യലിന്റെ കാര്യത്തിൽ ചാപ്റ്റേഴ്സുകളുടെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോണ്ടന്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 20ഉം 25ഉം പേജുകളുള്ളതാണ് ഓരോ ചാപ്റ്റേഴ്സുകളും എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് 10ാം ക്ലാസ് ആണ്. നാട്ടുകാരോട് പറഞ്ഞാൽ പറ്റുമോ ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് പരീക്ഷ എഴുതിയത്, അതുകൊണ്ടാണ് എനിക്ക് A+ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുമോ? മേ ബി സമ്മതിക്കാൻ സാധ്യതയില്ല. നാട്ടുകാർ സമ്മതിക്കുമോ? അവരുമില്ല. അവർക്ക് കാഴ്ചപ്പാടിൽ എന്ത് മാത്രമാണ്, നീയും SLC ആണ് എഴുതിയത്, കഴിഞ്ഞ വർഷം പഠിച്ചവനും SLC എഴുതിയത്, എന്നിട്ട് അവര് ഫുൾ A+ ഉണ്ട്, നിനക്ക് ഫുൾ A+ ഇല്ല. ഈ ഒരു വർത്തമാനം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്ന ഘടകമേ ആവാൻ പാടില്ല. നമ്മുടെ ഘടകം എന്ന് പറയുന്നത്, നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് A+ നേടുക തന്നെ വേണം. അങ്ങനെ നിങ്ങൾ SLCയിൽ A+ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് നമ്മുടെ അസ്ത്ര ബാച്ച് ഉള്ളത്. ഈ അസ്ത്ര ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ, നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2ാം തീയതി അസ്ത്ര ബാച്ചിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഏപ്രിൽ 2ാം തീയതിയാണ് അസ്ത്ര ബാച്ചിന്റെ ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ മുതൽ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സുകൾ തന്നുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കുന്നു. 10ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സുകളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നു. നിങ്ങൾക്ക് അവിടെ PYQകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് യൂണിറ്റ് ടെസ്റ്റ് എക്സാമിനേഷനുകൾ ഉണ്ടായിരിക്കും, ടേം എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇവയെല്ലാം തന്നുകൊണ്ട് അടിപൊളിയായിട്ട് ഫസ്റ്റ് ടേം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, സെക്കൻഡ് ടേം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, മോഡൽ എക്സാമും കംപ്ലീറ്റ് ചെയ്ത് SSLC എക്സാമിനേഷൻ ഫുൾ A+ നിങ്ങൾ നേടിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും അവസാനം പഠിച്ചാൽ മതിയാവോടാ? ഒരിക്കലുമല്ല. സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കണം. സോ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ ഉറപ്പാക്കിക്കോ. ഒരിക്കലും മിസ്സാക്കണ്ട. നമുക്ക് അസ്ത്ര ബാച്ചിൽ ഒരുമിച്ച് പഠിക്കണം.